2023 നടന്ന SSC CGL എക്സാമിനേഷനിലെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ സീരീസിന്റെ അവസാനത്തെ ഭാഗം പാർട്ട് 3 ഇവിടെ കാണാൻ സാധിക്കും. പാർട്ട് 3 കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 80-ലധികം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. 40 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് നമ്മൾ 80-ലധികം ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് ഓൺ ആവറേജ് 2 ക്വസ്റ്റ്യൻസ് വെച്ച് എക്കണോമിക്സിൽ നിന്ന് വന്നിട്ടുള്ളത് തന്നെ നമുക്ക് പോസിറ്റീവായൊരു ഇൻഫർമേഷൻ ആണ്. കാരണം 2024 എക്സാംസിന് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് കിട്ടും. അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ തന്നെയാണ്. 2022 CGL എക്സാമിനേഷന്റെ ഡിസ്കഷനും 2022 MTS എക്സാമിനേഷന്റെ ഡിസ്കഷൻസിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കാണാത്ത ആൾക്കാർ അത് കാണുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഹിസ്റ്ററി ഓഫ് എക്കണോമിക് പ്ലാനിങ്ങിനെ സംബന്ധിച്ചും ഇന്ത്യയിലെ പ്ലാനിങ്ങിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോസിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്, അതും കാണുക. കൂടുതൽ നോട്ട്സ് എഴുതിയെടുക്കുക, സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോസിലേക്ക് കാണാം. ഇത് ഈ സീരീസിന്റെ അവസാനത്തെ വീഡിയോ ആണ്. പാർട്ട് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. Question: which of the following expression is correct regarding the gross fiscal deficit? ഇനി ഗ്രോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്രോസ് എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ അല്ല, എല്ലാത്തിനും നിങ്ങളുടെ സമ്മാണ് ഗ്രോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കാം, ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് ബോറോവിംഗ് അറ്റ് ഹോം മൈനസ് ബോറോവിംഗ് ഫ്രം RBI. മൈനസ് വരുമോ? ഇല്ല. ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് നെറ്റ് ബോറോവിംഗ് അറ്റ് ഹോം പ്ലസ് ബോറോവിംഗ് ഫ്രം RBI പ്ലസ് ബോറോവിംഗ് ഫ്രം അബ്രോഡ്. Gross fiscal deficit is equal to net borrowing at home plus borrowing from RBI minus borrowing from abroad. മൈനസ് വരുമോ? ഇല്ല. Gross fiscal deficit is equal to net borrowing at home minus borrowing from RBI minus borrowing വരുമോ? ഇല്ല. അപ്പോൾ ആൻസർ എന്താണ്? എല്ലാം പ്ലസ് ആയിരിക്കും. ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നെറ്റ് ബോറോവിംഗ് അറ്റ് ഹോം പ്ലസ് ബോറോവിംഗ് ഫ്രം RBI പ്ലസ് ബോറോവിംഗ് ഫ്രം അബ്രോഡ്. പിന്നെ ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് പ്ലസ് സംതിങ് ആണ് നമുക്ക് ഗ്രോസ് എന്ന് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ: ആസ് പെർ 2011 census, what is the density of population in India? 382 persons per square kilometer ആണ് 2011 സെൻസസ് അനുസരിച്ച് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. 2011 സെൻസസ് ഡേറ്റ അനുസരിച്ചുള്ള മോസ്റ്റ് ഡെൻസിറ്റി ആയിട്ടുള്ള പ്രദേശം, ലീസ്റ്റ് ഡെൻസിറ്റി ആയിട്ടുള്ള പ്രദേശം, മോസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ്, ലീസ്റ്റ് പോപ്പുലർ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓർത്തിരിക്കുക. ഇൻ വിച്ച് 5-year പ്ലാൻ വാസ് ജവഹർ റോസ്ഗാർ യോജന ലോഞ്ച്ഡ്? വീണ്ടും 5-year പ്ലാൻ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ 7th 5-year പ്ലാൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 5-year പ്ലാൻ സംബന്ധിച്ച ഡീറ്റെയിൽസ് കൊടുത്തതുകൊണ്ട് നമുക്ക് നോക്കി വെക്കണം. ദ പോപ്പുലേഷൻ ഡെൻസിറ്റി വിത്ത് ലെസ് ദാൻ 100 people per square kilometer ഉള്ള പ്രദേശങ്ങളാണ്. ലെസ് ദാൻ 100 ലെസ് ദാൻ 1000 people കേട്ടോ. ലെസ് ദാൻ 1000 people പെർ സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങളാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ലെസ് ദാൻ 1000 people പെർ സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രദേശങ്ങൾ സ്റ്റേറ്റ്സ് ഓർത്ത് വെക്കുക. അരുണാചൽ പ്രദേശ്, ആൻഡമാൻ നിക്കോബാർ, മിസോറാം, JNK, സിക്കിം. ഓക്കെ, 1000 ആൾക്കാരിൽ താഴെ സ്ക്വയർ കിലോമീറ്ററിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി വരുന്ന പ്രദേശങ്ങളൊന്ന് ചുമ്മാ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ നാഷണൽ പോവർട്ടി ലൈൻ ഫോർ 2011-12 വാസ് എസ്റ്റിമേറ്റഡ് അറ്റ് ഡാഷ് പെർ ക്യാപിറ്റ പെർ മന്ത് ഫോർ റൂറൽ ഏരിയാസ് ഇൻ ഇന്ത്യ. അർബൻ ഏരിയാസ് നമ്മൾ കണ്ടതാണ് 1000 രൂപ, റൂറൽ ഏരിയാസ് വരുമ്പോൾ ₹816 ആ സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഓർത്തിരിക്കുന്ന ആൾക്കാർക്ക് ആൻസർ പെട്ടെന്ന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ₹816 വരുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ context of microfinance institutions in India. A microfinance loan is given to the households having an annual household income up to ₹3 lakhs. A microfinance loan is a collateral free loan. When giving a micro loan, a household means an individual family unit, that is husband, wife and their unmarried children. A microfinance loan should be linked with a lien on the deposit account of the borrower. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം മൈക്രോ ഫിനാൻസ് ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ കൊളാറ്ററൽ ഫ്രീ ലോൺ ആണ്. അവിടെ മൈക്രോ ഫിനാൻസ് ലോൺ എടുക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ ഒരു ലൈൻ എമൗണ്ട് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ദ ലോൺ ആൻഡ് സേവിംഗ് ഡിസിഷൻസ് ആർ ടേക്കൻ ബൈ ദ. ലോണും സേവിങ്സ് ഡിസിഷൻസും ഒക്കെ എടുക്കുന്ന ആരാന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ഗ്രൂപ്പ് മെമ്പേഴ്സ്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ബാങ്ക്, ഗവൺമെന്റ്. ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ ലോൺ ആൻഡ് സേവിംഗ് ഡിസിഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് പീരീഡ് ഈസ് നോൺ ആസ് ദ പീരീഡ് ഓഫ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ പ്രധാനപ്പെട്ട പോപ്പുലേഷന്റെ ഫേസസ് കണ്ടതാണ്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 1951 to 1981 is known as the period of population explosion. Option D ആണ് ആൻസർ അല്ലേ. 1921 to 51 steady
ഗ്രോത്ത് ആണ്. 1951 to 81 ആയിരുന്നു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വന്നിരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1951 to 1981. Question: In the year 2022, the Ministry of Health and Family Welfare announced a national suicide prevention strategy to reduce the suicide mortality rate by 10% by 2030. നമുക്ക് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഒരു 10 പ്രോങ്ഡ് സ്ട്രാറ്റജിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 10 ആണ് ആൻസർ. നോൺ ടാക്സ് റവന്യൂ ഈസ് എ പാർട്ട് ഓഫ്. നോൺ ടാക്സ് റവന്യൂ ഈസ് എ പാർട്ട് ഓഫ് റവന്യൂ റെസിറ്റ് അല്ലെ. റവന്യൂ റെസിറ്റിനകത്ത് തന്നെ ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. സോ നോൺ ടാക്സ് റവന്യൂ ഈസ് എ പാർട്ട് ഓഫ് റവന്യൂ റെസിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഇയർ സെൻസസ് ഈസ് ദ 15th നാഷണൽ സെൻസസ് സർവേ കണ്ടക്റ്റഡ് ബൈ ദ സെൻസസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റ് ആണ് സെൻസസ്. 2011 സെൻസസ് ആണ്. 15th സെൻസസ് ആയിരുന്നു. ആൻസർ ഓപ്ഷൻ ഡി 2011. According to World Bank, what was the density of population of Sri Lanka in 2020? ശ്രീലങ്കയിലെ പോപ്പുലേഷൻ അല്ലേ 354 persons per square kilometer ആണ്. ഇന്ത്യയിലെ പോപ്പുലേഷൻ നമ്മൾ നോട്ട് വെച്ചു. ശ്രീലങ്കയിലെ പോപ്പുലേഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി. The term of trade refers to, ഓർത്തിരിക്കുക, term of trade എന്ന് പറയുന്ന term. The term of trade refers to ratio between export and import ആണ്. ടേം ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ എക്സ്പോർട്ട് പ്രൈസ് ആൻഡ് ഇമ്പോർട്ട് പ്രൈസ്. ഓർത്ത് വെക്കുക. ടേം ഓഫ് ട്രേഡ് എന്താണെന്ന് ഓർത്ത് വെക്കുക. റേഷ്യോ ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടഡ് പ്രൈസസ് ആണ് ടേം ഓഫ് ട്രേഡ്. വാട്ട് വാസ് ദ പ്രൈം ടാർഗറ്റ് ഓഫ് ഫസ്റ്റ് 5-year പ്ലാൻ? വീണ്ടും 5-year പ്ലാൻ ക്വസ്റ്റ്യൻ. പ്രൈം ടാർഗറ്റ് വീഡിയോ കേൾക്കുക. ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് 5-year പ്ലാനിന്റെ പ്രൈം ടാർഗറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. Next, which of the following is not one of the scheduled sector banks in India? Canara Bank, UCO Bank, Indian Overseas Bank, Bandhan Bank. നമുക്കറിയാം ഷെഡ്യൂൾഡ് ബാങ്കിന്റെ ലിസ്റ്റിൽ പെടാത്ത ബാങ്കാണ് ബന്ധൻ ബാങ്ക് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ, ബന്ധൻ ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്സ് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. കേരള ഹയസ്റ്റ് സെക്സ് റേഷ്യോ, ഹരിയാന ലോവസ്റ്റ് സെക്സ് റേഷ്യോ, ഗോവ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഷെയർ ഓഫ് അർബൻ പോപ്പുലേഷൻ. ഏതാണ് കറക്റ്റ്? മാച്ച് ചെയ്യാനുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കേരളത്തിലെ ഹയസ്റ്റ് സെക്സ് റേഷ്യോ, ഹരിയാന ലോവസ്റ്റ് സെക്സ് റേഷ്യോ. 1Aയും 2Bയും വരുന്ന ഓപ്ഷൻ ഉണ്ടോ? 1Aയും 2Bയും വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. സോ ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ ആണ്. അവിടെ നിന്നൊരു കാര്യം ഓർത്തിരിക്കുക, ഗോവയിലാണ് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഷെയർ ഓഫ് അർബൻ പോപ്പുലേഷൻ ഉള്ളത്. ഇതെല്ലാം 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡേറ്റാസ് ആണ്. 2011 സെൻസസിന് ശേഷം ഡേറ്റാസ് വരാത്തതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷൻ ആണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഓപ്ഷൻ ദാറ്റ് അറേഞ്ചസ് ദ ഫോളോവിങ് സ്റ്റേറ്റ്സ് ലിറ്ററസി റേറ്റ്സ് ഇൻ ഡീസെൻഡിങ് ഓർഡർ അക്കോർഡിംഗ് ടു സെൻസസ് 2011. 2011 സെൻസസ് അനുസരിച്ച് സ്റ്റേറ്റ്സിനെ അതിൻ്റെ ലിറ്ററസി റേറ്റിൻ്റെ ഡീസെൻഡിങ് ഓർഡർ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് കേരള, ഹിമാചൽ പ്രദേശ്, ഹരിയാന. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ആയ സ്റ്റേറ്റ് കേരളമാണ്. A1 തന്നെ വരണം. ഒന്നാമത് വരുന്ന ഓപ്ഷൻ എയും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. ഹരിയാന അല്ല, ABC വന്നേക്കുന്ന ABC വരുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ ടോപ്പ് 5 ലിറ്ററേറ്റ് സ്റ്റേറ്റ്സും ബോട്ടം 5 ലിറ്ററേറ്റ് സ്റ്റേറ്റ്സ് നമുക്ക് നോക്കിയാലോ. ടോപ്പ് 5 ലിറ്ററേറ്റ് സ്റ്റേറ്റ്സ് വന്നെങ്കിൽ കേരള, ലക്ഷദ്വീപ്, മിസോറാം, ഗോവ, ത്രിപുര. ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫലാം ഫോർ എ ട്രിപ്പ് എന്ന് പറയും. കലാമിൻ ഗോവ ഫോർ എ ട്രിപ്പ് ഓർത്തിരിക്കാൻ വേണ്ടി കേട്ടോ. ഗോവ ഫോർ എ ട്രിപ്പ്. ഓക്കെ, ചുമ്മാ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കലാമിൻ ഗോവ ഫോർ എ ട്രിപ്പ്. കേരള, ലക്ഷദ്വീപ്, മിസോറാം, ഗോവ, ത്രിപുര. ബോട്ടം 5 വന്നിരിക്കുന്നത് ബീഹാർ, അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് ആണ് ബോട്ടം 5 വരുന്നത് കേട്ടോ. ലിറ്ററസിയുടെ ടോപ്പ് 5ഉം ലിറ്ററസിയുടെ ബോട്ടം 5ഉം ആണ് നമ്മൾ കണ്ടത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following institutions was set up in 1982 in order to streamline credit facilities to farmers at a national level? നമ്മൾ പറഞ്ഞതാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ഫാർമേഴ്സ്. അതെ, ഫാർമേഴ്സിനുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി ആയിട്ട് തുടങ്ങിയ ഓർഗനൈസേഷനാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റവന്യൂ റെസിറ്റ് ഓഫ് ദ ഗവൺമെന്റ്? ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനത്തിന് ഉദാഹരണം എന്താണ്? റെസിറ്റ് ഫ്രം സെയിൽ ഓർ ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്, ഇത് ക്യാപിറ്റൽ റെസിറ്റ് ആണ്. റിക്കവറി ഓഫ് ലോൺസ് ക്യാപിറ്റൽ റെസിറ്റ് ആണ്. GST കളക്ടഡ് ബൈ ദ ഗവൺമെന്റ്, ബോറോയിങ്സ് ഫ്രം പബ്ലിക് ക്യാപിറ്റൽ റെസിറ്റ് ആണ്. GST കളക്ടഡ് ബൈ ദ ഗവൺമെന്റ് എന്ന് പറയുന്നതാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അടുത്ത് നോക്കുക. ഇവിടെ ഓർത്തിരിക്കാനുള്ള കാര്യം, ഈ ക്വസ്റ്റ്യൻ്റെ ഇൻഫർമേഷൻ ആണ്. NEFDI, നബാർഡ്, IFCI, സിഡ്ബി ഇതൊക്കെ ഫോം ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ ഇയറും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? NEFDI നോർത്ത് ഈസ്റ്റേൺ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നുള്ളതാണ് NEFDIയുടെ ഫുൾ ഫോം. അത് ഫോം ചെയ്ത ഇയർ 1995 ആണ്. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് 1982 ഫോം ചെയ്ത കമ്മീഷൻ നമ്മൾ പറഞ്ഞതാണ്, ശിവരാമൻ കമ്മീഷൻ. IFCI ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1948 ഫോം ചെയ്ത. സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1990 ഫോം ചെയ്ത. ഇതിന്റെ ഓപ്ഷൻസ് ഫുൾ ഫോമും അതിന്റെ ഇയറും പഠിച്ചു വെച്ചു.
അത് ഒരു ക്വസ്റ്റ്യനല്ല മറ്റൊരു ക്വസ്റ്റ്യൻസിലും ഓപ്ഷൻ എലിമിനേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ് റാങ്ക്ഡ് ഫസ്റ്റ് among the 18 large and mid-sized states in with a population over 1 crore each in justice delivery in India as per second edition of the India Justice Report. Okay, India Justice Report അനുസരിച്ച് ഈ ഒരു റാങ്കിങ്ങിന് വിധേയമായിരിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇനിഷ്യേറ്റീവ് ഓഫ് ടാറ്റ ട്രസ്റ്റ് ഇൻ കൊളാബറേഷൻ വിത്ത് സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, കോമൺ കോസ് ആൻഡ് കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ് ആണ് എമംഗ് അതേഴ്സ്. ഇത് ആദ്യമായി പബ്ലിഷ് ചെയ്ത് 2019 ഈ ഒരു ഇയർ ഓർത്ത് വെക്കണം. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് ആദ്യമായി പബ്ലിഷ് ചെയ്ത വർഷം ഓർത്ത് വെക്കുക. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് ആദ്യമായി പബ്ലിഷ് ചെയ്ത് 2019. ടോപ്പ് റാങ്ക് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയ്ക്കാണ് സെക്കൻഡ് എഡിഷനിൽ. Which of the following is not an example of factor payment? എന്താ ഫാക്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു പേന ഉണ്ടാക്കണം. പേന ഉണ്ടാക്കാൻ ആരൊക്കെ വേണം? മെൻ വേണം, മെറ്റീരിയൽ വേണം, മണി വേണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വേണം. ഇവർക്കെല്ലാം ബ്ലഡ് ടൈം കിട്ടണം അല്ലേ? ഒരു വർക്കർ ആണെങ്കിൽ അയാൾക്ക് വേജ് കിട്ടണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അയാൾക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കിട്ടണം അല്ലേ? ലാൻഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് റെന്റ് കിട്ടണം, മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ സഹായിക്കുന്നു. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഫാക്ടേഴ്സ് ആണ്. ഇതിനാവശ്യമായ പേയ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടർ പേയ്മെന്റ്. ഫാക്ടർ പേയ്മെന്റ് അല്ലാത്ത ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഫാക്ടർ പേയ്മെന്റാ, വേജ് ഫാക്ടർ പേയ്മെന്റ്, റെന്റ് ഫാക്ടർ പേയ്മെന്റാ, പെൻഷൻ. ഓപ്ഷൻ ഡി പെൻഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി പെൻഷൻ ഫാക്ടർ പേയ്മെന്റ് അല്ല. ഒരു ജോലിയും എടുക്കാതെയാണ് നമ്മൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫാക്ടർ പേയ്മെന്റ് അല്ല പെൻഷൻ എന്ന് പറയുന്നത്. Which institution launched the self-help group bank linkage program in 1992-93 എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ വന്നിരിക്കുന്നത് നബാർഡ് ആണ്. ഓപ്ഷൻ ബി നബാർഡ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഞ്ച് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം ഇൻ 1992-93 ഓർത്തിരിക്കുക നബാർഡ്. ഓക്കെ. Commercialization of agriculture is an indication of income surplus, producer surplus, consumer surplus, marketable surplus. കൊമേഴ്സ്യലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. മാർക്കറ്റബിൾ സർപ്ലസ് വരുവാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യ 2011, വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് ഹിന്ദു പോപ്പുലേഷൻ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ? ടോട്ടൽ പോപ്പുലേഷൻ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഹിന്ദു പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ ഹിന്ദു പോപ്പുലേഷൻ കമ്പയർഡ് ടു ടോട്ടൽ പോപ്പുലേഷൻ. നെക്സ്റ്റ്, വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ കാറ്റഗറി ഓഫ് NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? വന്നിരിക്കുന്നത് മാലേഗാം കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മാലേഗാം കമ്മിറ്റി വരുന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ. മാലേഗാം കമ്മിറ്റിക്ക് ഓപ്ഷൻസ് ആയിട്ട് മാറ്റി വന്നിരിക്കുന്നത് ഷാ കമ്മിറ്റി, കാമേത്ത് കമ്മിറ്റി, ഹുസൈൻ കമ്മിറ്റി എന്നിവയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടി ഫോം ചെയ്ത കമ്മിറ്റീസ് ആണ് നമുക്ക് നോക്കി പോകാം. ഷാ കമ്മിറ്റി എന്ന് പറയുന്നത് ടു റിവ്യൂ വർക്കിംഗ് ഓഫ് മോണിറ്ററി സിസ്റ്റം ഇൻ ഇന്ത്യ. മറക്കാതിരിക്കുക, ഇന്ത്യയിലെ മോണിറ്ററി സിസ്റ്റംസിനെ സംബന്ധിച്ച് അതിന്റെ വർക്കിങ്ങിനെ സംബന്ധിച്ച് റിവ്യൂ നടത്താൻ വേണ്ടി വന്ന കമ്മിറ്റിയാണ് ഷാ കമ്മിറ്റി. നെക്സ്റ്റ്, കാമത്ത് കമ്മിറ്റി ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി. അസറ്റ് റീകൺസ്ട്രക്ഷൻ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി കമ്മിറ്റിയാണ് കാമത്ത് കമ്മിറ്റി. ഹുസൈൻ കമ്മിറ്റി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കമ്മിറ്റിയാണ് ഹുസൈൻ കമ്മിറ്റി. ഇപ്പോൾ മാലേഗാം കമ്മിറ്റി, ഷാ കമ്മിറ്റി, കാമത്ത് കമ്മിറ്റി, ഹുസൈൻ കമ്മിറ്റി എന്നിവ എന്തിനെ സംബന്ധിച്ചുള്ള കമ്മിറ്റീസ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓർത്തു വെക്കുക, ഇനിയുള്ള പരീക്ഷകൾക്കും അത് പ്രയോജനം ചെയ്യും. ഹരോൾഡ് ഡോമർ ഗ്രോത്ത് മോഡൽ ഈസ് നോൺ ഫോർ ഹൈലൈറ്റിംഗ് ദ റോൾ ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. വിച്ച് 5-year പ്ലാൻ ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ ദിസ് മോഡൽ? വീണ്ടും ക്വസ്റ്റ്യൻ 5-year പ്ലാനിൽ നിന്ന് നിർബന്ധമായി നിങ്ങൾ 5-year പ്ലാൻ സംബന്ധിച്ച് ഞാൻ ചെയ്ത വീഡിയോ കാണണേ. ആൻസേഴ്സ് അതായത് ഓരോ പ്ലാൻസും അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതിയെടുക്കണേ. വീണ്ടും ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്നു. ഓപ്ഷൻ എ ഫസ്റ്റ് 5-year പ്ലാൻ ആണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In December 2021, the Dash approved a $500 million loan to the government of India to help improve the quality of the country's school education and mitigate the impact of the COVID-19 pandemic on the students' learning. ആൻസർ വന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് $500 million വലിയൊരു ലോൺ ഇന്ത്യക്ക് വേണ്ടി ഈ ഒരു കണ്ടീഷനിൽ അനുവദിച്ചത്. And next question, in India, what type of unemployment is created due to lack of employable skills among educated youth in India? ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് യൂത്തിനിടയിൽ എംപ്ലോയബിൾ സ്കിൽസ് ഇല്ലാത്തതുകൊണ്ട് വരുന്ന അൺഎംപ്ലോയ്മെന്റ് വിളിക്കുന്ന പേരെന്താണ്? എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കും. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റുമായിട്ടാണ്. എന്താ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ നടക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നിലവിലുള്ള എംപ്ലോയീസിന് ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് ടെക്നോളജിക്കൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടറൈസേഷൻ വന്നപ്പോഴത്തേക്കിന് കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടാൻ തുടങ്ങി. അത് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് ഉദാഹരണമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു, അതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർക്ക് പലർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ്.
എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്നതാണ്? എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് ജോലി ലഭിക്കാതിരിക്കുന്നതാണ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. എന്താ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്? ഫോർ എക്സാമ്പിൾ വളരെ പെട്ടെന്ന് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുക, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇല്ലാതെ വരിക ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് വിളിക്കുന്നു. സൈക്ലിക് അൺഎംപ്ലോയ്മെന്റ് എന്താണ്? സൈക്ലിക് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫ്ലോ പ്രോസസ് ആണ്, എന്ന് പറഞ്ഞാൽ സൈക്ലിക് പ്രോസസ് ആണ്. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിൽ ഹൈ ഡിമാൻഡ് ഉള്ളപ്പോൾ, പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉള്ളപ്പം നല്ല എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് കുറവാണ്. പ്രോഡക്റ്റിന് ഡിമാൻഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ആ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കുറയും, വീണ്ടും ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടും. ഇങ്ങനെ എക്കണോമിക് സൈക്കിളിന് വിധേയമായിട്ട് എംപ്ലോയ്മെന്റ് വരികയും പോവുകയും ചെയ്യുന്നതിന് നമ്മൾ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കാറുണ്ട്. നെക്സ്റ്റ് ഒരു അസേർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. Question consists of two statements named assertion A and reason R that use them to choose the correct alternative. Assertion A: during the British rule, India's exports exceeded the imports, leading to surplus of balance of trade. Reason R: reason പറഞ്ഞിരിക്കുന്ന surplus of balance of trade was used for growth and development of India. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് എക്സീഡ്സ് ഇമ്പോർട്ട് ആയിരുന്നു, സർപ്ലസ് ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടായിരുന്നു. ഇമ്പോർട്ടിനേക്കാളും കൂടുതൽ എക്സ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാലൻസ് ഓഫ് ട്രേഡ് ഇന്ത്യക്ക് പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ ഈ സർപ്ലസ് ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി, ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഉപയോഗിച്ചത്? അല്ല. അതുകൊണ്ട് ഇത് റീസൺ ആർ തെറ്റാണ്. എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ് വരുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ: which of the following is not included in capital receipt? Foreign aid, taxes, recovery of loans, borrowings. ഫോറിൻ എയ്ഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. ടാക്സസ് നമ്മൾ പറഞ്ഞതാണ്, ടാക്സ് റവന്യൂ ആൻഡ് നോൺ ടാക്സ് റവന്യൂ, ഇത് റവന്യൂ റെസീറ്റ് ആണ്. അത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസീറ്റ് അല്ല. സോ ഓപ്ഷൻ ബി നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. റിക്കവറി ഓഫ് ലോൺസ് ക്യാപിറ്റൽ റെസീറ്റ് ആണ്, ബോറോവിങ്സ് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ് കാറ്റഗറീസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനിൽ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ സ്മോൾ, മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള 3 കാറ്റഗറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ് എന്ന് പറഞ്ഞേക്കുന്നത്. 2023 നടത്തിയ CGL പരീക്ഷയിലെ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മോർ ദാൻ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 2024 ഇനിയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് റെഫറൻസിന് ഉപയോഗിക്കാം. ഇതോടൊപ്പം തന്നെ 2022 CGL എക്സാമിനേഷന്റെ CHS MTS എക്സാമിനേഷൻ്റെയും എക്കണോമിക് സെഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്കഷൻസ് കാണുക. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് 5 ഇയർ പ്ലാനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 5 ഇയർ പ്ലാനിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണുക. ഹിസ്റ്ററി ഓഫ് എക്കണോമിക് പ്ലാനിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഇത് കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടി മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഓർക്കുക, നിങ്ങൾ നന്നായി പഠിക്കണം, നന്നായി റിവൈസ് ചെയ്യണം, സെക്ഷൻ വൈസ് ടെസ്റ്റുകൾ എഴുതണം. തീർച്ചയായും സർവീസിലേക്ക് വളരെ പെട്ടെന്ന് എത്തപ്പെടണം. അതിന് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. SSC പോലെ പരീക്ഷയ്ക്ക് GKയിലെ ഓരോ കറക്റ്റ് ആൻസറിനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ടോപ്പ് പോസ്റ്റിലേക്ക് നിങ്ങളെ പുഷ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായി കാണുക, വളരെ കുറച്ച് പഠിക്കുക, കൺസെപ്റ്റ് നല്ല ക്ലാരിറ്റി കൊണ്ടുവരിക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. മറ്റൊരു കാര്യം, SSCയുടെ പ്രത്യേകത, CGL, CHSL, MTS, CAPF എക്സാംസിന് ഈ ക്വസ്റ്റ്യൻസ് മാറി മാറി ഒരേ ക്വസ്റ്റ്യൻസും ഒരേ ഏരിയയിൽ നിന്നും റിപ്പീറ്റഡായി ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ കാണുക, പരമാവധി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റുകൾ ആയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ ഇരുന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്